ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് സമൂസ ഷീറ്റിൻ്റെ വീഡിയോ ഇട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിന് മുന്നേ ഒരു സ്നാക്ക് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, വീട്ടിലിത് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിന് താഴെ വന്നിട്ടൊരു മെമ്പർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ വേണം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതാ ഓയിലും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ അതുപോലെ അങ്ങ് കുഴച്ചെടുക്കുക. അപ്പോൾ എനിക്ക് ചുമയും ജലദോഷമൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം, നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം 10 മിനിറ്റിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഉരുളകളെല്ലാം സെയിം വലിപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഈ 2 കപ്പിൽ നിന്ന് ശരിക്കും 9 ഉരുള ആക്കിയിട്ട് എടുക്കാനുള്ള ഉണ്ടാവും കേട്ടോ. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ഇവിടെ 8 എണ്ണം ആക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 9 എണ്ണം ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും 27 സമൂസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ 10 ദിവസത്തിന് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടി എടുത്തിട്ട് കുഴച്ചിട്ടെടുത്താൽ മതി. പിന്നെ നമ്മൾ ഓരോ ദിവസത്തിനുള്ളതും സെപ്പറേറ്റ് ആയിട്ട് ക്ലിംഗ് റാപ്പിലാക്കിയിട്ട് കവർ ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം സിപ്ലോ കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 10 ദിവസം ഈ ഒരു ഷീറ്റ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും. അങ്ങനെ അതാ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഓയിലും എടുത്തിട്ടുണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാനാണ്. ഇനി നമുക്ക് ഓരോരോ ഉരുളെടുത്തിട്ട് പൂരിയുടെ വലുപ്പത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ പൊടിയിൽ തട്ടിയിട്ടാണ് പരത്തിയിട്ടെടുക്കുന്നത് കേട്ടോ. ആദ്യം പൂരിയുടെ അതേ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്താൽ മതി. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പാടായിട്ടൊക്കെ തോന്നും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാനേ തോന്നില്ല. ഇതാകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മൾ കഴിക്കുന്ന ടൈമിന്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും പൊടി ഇട്ടിട്ട് വെക്കാം. അപ്പോൾ ഒരു പൂരി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക. നല്ലോണം സൈഡിലേക്കൊക്കെ ആവുന്ന രീതിയിൽ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മീതെ മൈദ അങ്ങനെ തൂക്കി കൊടുക്കണം കേട്ടോ, എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ. എന്നാലാണ് ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ. വീണ്ടും നമ്മൾ ഒരു പൂരിക്കുടിയും വെച്ച് കൊടുക്കുക. ഇനി സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിലിങ്ങനെ നല്ലോണം തടവി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ
മൈദ തൂക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ 3 ലെയറാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ പൂരിയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മീതെ പിന്നെ ഓയിലോ പൊടിയോ ഒന്നും തടവരുത്. ഇത് നമുക്ക് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലതും ലെയർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് പരത്തിയിട്ടെടുക്കുക. ഞാനിവിടെ 3 ലെയറായിട്ടാണ് എടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ. അതാണ് കുറച്ചുകൂടെ ഈസി. നമുക്കിത് വിടർത്തിയെടുക്കാനൊക്കെ. പിന്നെ 4ഉം 5ഒക്കെ ലെയർ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ കുറച്ച് ചിലപ്പോഴൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സേഫാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ലെയർ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തതും ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതും പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ലാസ്റ്റ് 2 പൂരിയെ ബാക്കിയുള്ളൂ. അപ്പോൾ 2 വെച്ചാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ഒരു ഉരുളക്കൂടി കിട്ടിയാൽ അത് 3 പൂരിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോഴാണ് 27 ഷീറ്റായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതും അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്താൻ തുടങ്ങാം. അപ്പോൾ ആദ്യം കുറച്ച് ഓയിലും തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ റോൾ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ റോൾ ചെയ്യാൻ നോക്കുക, അല്ല ഷേപ്പായിട്ട് റോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ സമൂസ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണല്ലോ. അപ്പോൾ പരമാവധി ആ ഒരു രീതിയിൽ തന്നെ നമ്മളിത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മളിത് ചുട്ടെടുത്തിട്ട് കട്ട് ചെയ്യും ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് കീപ്പ് ചെയ്തിട്ട് പരത്തുക. പിന്നെ നമ്മൾ എടുക്കുന്ന ചുട്ടെടുക്കാനുള്ള പാനിൻ്റെ വലിപ്പം കൂടി നോക്കണം കേട്ടോ. അതിനനുസരിച്ച് വേണം പരത്തിയിട്ടെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഇതിവിടെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിം ആകുമ്പോഴാണ് നമുക്കതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇത് ഒരു സൈഡായി കഴിഞ്ഞാൽ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും നമ്മളൊരു 2-3 സെക്കൻഡൊക്കെ വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഇത് മറിച്ചിട്ട് കൊടുത്തിരുന്നു കേട്ടോ. ആ വീഡിയോയിൽ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ അത് റെഡി ആയിട്ടിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അടുത്തതും ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടി മറിച്ചിട്ട് കൊടുത്താൽ നമ്മളിതിങ്ങനെ പൊള്ളച്ച് വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് റെഡി ആവുക കേട്ടോ. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ലാസ്റ്റത്തും നമുക്ക് ചുട്ടെടുക്കാം. ഇത് ഒരുവിധം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഷേപ്പിന് വേണ്ടി സൈഡൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എത്ര വലിപ്പം വേണം സമൂസയുടെ ഷീറ്റെങ്കിൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഷീറ്റിൽ നിന്ന് 3 വെച്ചാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് 9 ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക. നല്ല ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ഓരോന്നും ഇതുപോലെ തന്നെ വിടർത്തി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇങ്ങനെ വിടർന്ന് വരും. അപ്പം ഭയങ്കര ഈസിയല്ലേ നമുക്കിത് ചെയ്തെടുക്കാൻ. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് വിടർത്തിയിട്ടെടുക്കുക കേട്ടോ. പക്ഷെ ഇത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതുപോലെ തന്നെ വിടർത്തിയെടുക്കാൻ പറ്റുക.
അങ്ങനെ ഇതാ നമ്മൾ ഷീറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസത്തിനും എത്രയാണ് ആവശ്യിച്ചാൽ അത് വേറെ വേറെ ആയിട്ട് നമ്മളിങ്ങനെ പാക്ക് ചെയ്തിട്ട് വെച്ചാൽ മതി. ഇനി ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് കവർ ചെയ്തിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഷീറ്റെല്ലാം റെഡിയായി. ഒരെണ്ണം ഞാൻ കവർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഷീറ്റിൻ്റെ പെർഫെക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം.